വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റീവ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇൻഡോമി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ASMR വീഡിയോ കാണിക്കാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈയൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊള്ളി. അപ്പോൾ ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഒഴിവാക്കണം. എന്നിട്ട് ആ സാധനം മാത്രം എടുത്തിട്ട് അതിലേക്ക് സീസണിങ് ഒക്കെ ഇട്ടൊക്കെ കൊടുത്ത് എന്നിട്ട് ഞാനത് ഉണ്ടാക്കി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ് ഈ ഫ്രൈഡ് നൂഡിൽസ്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുക എല്ലാവരും. അപ്പോൾ വൈകുന്നേരം ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു. എനിക്ക് ഏലക്കായിട്ട് ചായ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ എൻ്റെ ബുക്സൊക്കെ ഒന്ന് പൊയിഞ്ഞ് തന്നു. ഞാനല്ല, എൻ്റെ അമ്മയാണ് എല്ലാതും പൊയ്യാറുള്ളത്. ഞാൻ പൊയ്യാറില്ല. ഞാൻ ഇതാണ് യൂസ് ചെയ്യണത് ഇപ്രാവശ്യം, ഒരു ട്രാൻസ്പെറൻറ്റ്. എൻ്റെ നോട്ട്സൊക്കെ കീറിപ്പോന്നു ബയോളജീൻ്റെ. ഇനി അത് ഫുള്ള് ഫസ്റ്റ് ഒന്ന് എഴുതണം. എൻ്റെ ഇയറിൻ്റെ സ്ട്രക്ചർ വെച്ചതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ട്യൂഷനിൽ നോട്ട്സൊക്കെ ഇങ്ങനെ സ്റ്റാമ്പാണ് ഒട്ടിക്കുക. അപ്പോൾ അതിന് എന്താ ചെയ്യാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതിയത് എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ പേജ് ചീന്തി. അങ്ങനെ ബാക്കിയുള്ള പേജസൊക്കെ പോന്നു. ഇനി ഇത്ര എനിക്ക് എഴുതാനുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എഴുതാം. ഞാൻ പുതിയൊരു പെൻസിലൊക്കെ എടുത്ത്, എനിക്ക് അപ്സറിൻ്റെ പെൻസിൽ ഭയങ്കര ഇഷ്ടം. ടൈം ലാപ്സിൽ ഞാൻ മാർജിനൊക്കെ വരയ്ക്കണം പേജസിൻ്റെ. അങ്ങനെ ഞാൻ നോട്ട് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. വരയ്ക്കാൻ കുറേ ടൈം എടുക്കും എന്നുള്ളതുകൊണ്ടും വരയ്ക്കാനുള്ള മടി കൊണ്ടും ഞാൻ ആ സ്ട്രക്ചർ അതേപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അത് കട്ട് ചെയ്യാനാണെങ്കിൽ അതിലേറെ കഷ്ടം. ഞാനിങ്ങനെ നമ്മൾ സ്ട്രെസ്സായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ കൊളാവില്ല. ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചു. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒട്ടിച്ചപ്പോൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ആംഗിൾ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആണെന്ന് അറിയാതെയാണ് ഞാൻ ഈ എഴുതുന്നത് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ കണ്ടോളി ഒരു സമാധാനത്തിന്. പിന്നെ എഴുതി കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് നേരം ജേർണലിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ ജേർണലിംഗ് ഒക്കെ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതാണ്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും നെസ്റ്റോയിൽ പോയതിന്. അപ്പം അന്നത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ റെസീറ്റിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിന്. ഞാനൊരു ബ്രൗൺ പേപ്പർ ഇങ്ങനെ ബേസായി കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ നെസ്റ്റോ എഴുതാനിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ ഫേവറേറ്റ് വാഷി ടേപ്പാണ്, അതൊക്കെ ഒട്ടിച്ചൊക്കെ കൊടുത്ത് സിമ്പിളായിട്ടൊരു ജേർണൽ പേജ്, അത്രേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളായ പോലെയൊക്കെ തോന്നി. ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുന്ന പേജസൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതിയൊക്കെ കൊടുത്ത് ഫില്ല് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. ഇനിയും 2-3 സ്ഥലത്ത് പോയതൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം.
ഞാൻ ജേണലൊക്കെ തിരിച്ച് വെച്ച് ഞാൻ ഡിന്നർ കഴിക്കാൻ പോയി. അന്ന് രാത്രി നമ്മൾ വെറൈറ്റിക്ക് ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദോശ വിത്ത് ഒരു ടൊമാറ്റോ ചട്നി. നല്ല ടേസ്റ്റാണത്. ഭയങ്കര ക്രിസ്പി ദോശ. എൻ്റെ ഉമ്മച്ചിൻ്റെ സ്പെഷ്യലാണ്. ഉമ്മമ്മക്ക് ദോശ ഇഷ്ടമില്ല, അപ്പം ഉമ്മമ്മ ഈ ഒരു സാധനമാണ് തിന്നുന്നത്. എന്തത് ഗോതമ്പ് നുറുക്കോ അങ്ങനെ എന്തോ അതിന് പറയാം. അത് കഴിഞ്ഞ് കുറച്ച് നേരം വായിക്കാനിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു ബുക്കാണ് വായിക്കുന്നത്, വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബുക്ക് റിലേറ്റഡ് കോണ്ടൻറ്റ് വീഡിയോസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ബുക്ക് റിവ്യൂസ്, റെക്കമെൻഡേഷൻ ആൻഡ് എവറിത്തിങ്.